ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഓർത്തഡോക്സ് സഭയിലെ അപ്രേം തിരുമേനിയെ ഓർത്തഡോക്സ് കൂറ്റന്മാർ കുത്തി മലർത്തുമോ എന്ന ചോദ്യം ഞാൻ ഉന്നയിച്ചതിന് ഏറെ താമസിയാതെ ഉത്തരവിത ലഭിച്ചിരിക്കുന്നു. വളരെ സാമർഥ്യത്തോടെ അദ്ദേഹത്തെ ഇതാ കുത്തി മലർത്തിയിരിക്കുന്നു. പരിശുദ്ധ സുനഹദോസ് ചേർന്ന് അപ്രേം തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലിരുന്ന മഹാ ഇടവകയുടെ എല്ലാ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ അന്യാധീനപ്പെടുത്തുകയും വിടർത്തുകയും വേദശാസ്ത്രപരമായ തിയോളജിക്കൽ കോളേജിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാഗഭാക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഓർത്തഡോക്സ് സഭ തങ്ങളെ തന്നെ അപ്രേം തിരുമേനി എന്ന് പറയുന്ന ഈ മഹാമാരിയിൽ നിന്ന് വിദഗ്ധമായി സംരക്ഷിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് മാധ്യമത്തിൽ കൂടെ എനിക്ക് പ്രാപിപ്പാൻ ഇടയായത്. ഇത് ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ഇന്നലെ വളരെ ആഴത്തിൽ ഓർത്തഡോക്സ് വിശ്വാസിയായി ദീർഘനാൾ കഴിഞ്ഞ ഒരു വ്യക്തി അറിയിച്ചതാണ്. കാരണം അപ്രേം തിരുമേനി പറഞ്ഞത് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു വലിയ അപരാധമാണ്. ഓർത്തഡോക്സ് സഭ യേശുവിൻ്റെ പഠിപ്പീരുകൾ അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കാനുള്ള ഒരു ഗൂഢാലോചന മാത്രമാണ് എന്ന് ധരിക്കുവാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ടാണ് അപ്രേം തിരുമേനി ഇപ്രകാരമുള്ള ഒരു നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ സുനഹദോസ് കൂടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ കുത്തി മലർത്താനുള്ള തീരുമാനം പൂർണ്ണമായും എടുത്തിരുന്നു. അത് സംബന്ധമായ പത്രക്കുറിപ്പ് പോലും തയ്യാറാക്കി വച്ചിരുന്നു. ഒരു ഔപചാരികത എന്ന നിലയിൽ സുനഹദോസ് കൂടുകയും അത് പരിശുദ്ധമായി തന്നെ കൂടുകയും അതിൻ്റേതായ പരിശുദ്ധിയിൽ കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടെ മുൻപെടുത്ത തീരുമാനം അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി വയ്ക്കുകയും ചെയ്ത് അപ്രേം തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് തൊഴിച്ചു വെളിയിലാക്കി എന്ന സദ്വർത്തമാനമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. യേശുവിൻ്റെ പഠിപ്പീരുകളും നിർദ്ദേശങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും അനുസരിച്ച് വേണം സഭ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു മേലധ്യക്ഷനെ തൊഴിച്ചു പുറത്താക്കുമ്പോൾ അതിനോടനുബന്ധമായി ഈ പരിശുദ്ധ സുനഹദോസും അതിലുള്ള ആളുകളും ഈ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികളും പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഒരു സാമ്പിൾ എന്ന പോലെ മാത്രം. യേശുവിൻ്റെ പഠിപ്പീരുകളോട് ഓർത്തഡോക്സ് സഭ കാണിക്കുന്ന ഈ സഹിക്കാനാവാത്ത അമർഷം, അതായത് ഉരുൾ പൊട്ടുന്നത് പോലെയുള്ള അമർഷം, യേശുവിൻ്റെ ഓർമ്മയോട് വളരെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കുരിശിനോടും കാണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ സുനഹദോസ് ഏറെ താമസിയാതെ വീണ്ടും കൂടി ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാന്മാരും ഇനി മേലാൽ കുരിശ് ആഭരണമായി ധരിക്കരുത്. അത് നമുക്ക് പറ്റിയ പണിയല്ല. കാരണം ഈ കുരിശ് കണ്ട് പലരും യേശുവിനെ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ യേശുവിനെ ഓർത്തിരുന്നാൽ അവൻ്റെ പഠിപ്പീരുകളെയും അവൻ്റെ നിലപാടുകളെയും ജനം ഓർക്കും. അങ്ങനെ അവർ ഓർത്താൽ അതിനെ മാനദണ്ഡമാക്കി സഭയെ അളക്കും. അങ്ങനെ അളന്നാൽ ബാവ തൊട്ട് താഴെ ബാക്കിയുള്ള എല്ലാവർക്കും തട്ടുകേടാകും. ഇത് സഹിക്കാനാവാത്ത ഒരു അപകടമാണ്. ഇത് തികച്ചും ഒഴിച്ചു കളയേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന തീരുമാനത്തിൽ തീർച്ചയായും ഏറെ താമസിയാതെ നമുക്ക് പരിശുദ്ധ ബാവ തിരുമേനിയുടെ ഒരു കൽപ്പന വായിക്കാനിടയാകും. അതായത് ഇനിമേലാൽ ഒരു മെത്രാനോ പുരോഹിതനോ കുരിശ്
അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് സ്പർശിക്കത്തക്കവണ്ണം ആഭരണമായി ഇട്ടുകൊണ്ട് നടക്കരുത്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും സഹിക്കാനാവാത്ത ഒരു അപരാധമായി പരിഗണിക്കപ്പെടും എന്നത് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, അതേ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീനെന്ന് മനഃപൂർവ്വം യേശു കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ കുർബാനയില്ലേ, നീട്ടി ചൊല്ലുന്ന കുർബാനയില്ലേ, അത് നമുക്ക് പറ്റിയതല്ല എന്ന ഒരു തീരുമാനം കൂടെ ഈ പരിശുദ്ധ സുനഹദോസ് എടുക്കും. ഏറെ താമസിയാതെ തന്നെ എടുക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കുരിശാഭരണമായി കൊണ്ട് നടക്കുന്നതിനേക്കാൾ അപകടമാണ് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഈ സഭയിലുള്ള മെത്രാന്മാരും പുരോഹിതന്മാരും വാഴ്ത്തി പരിശുദ്ധാത്മാവിനെ ആവഹിപ്പിച്ച് വിറപ്പിച്ച് ജനങ്ങളുടെ വായിലോട്ടിട്ട് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പം ഈ ക്രൂശിനെ കണ്ടാൽ പലരും ഇപ്പോൾ യേശുവിനെ ഓർക്കുന്നില്ല. കാരണം ക്രൂശ് മെത്രാന്മാരുടെ മാറിൽ പൊട്ടി വിടുന്ന ഏതാണ്ട് ചെടിയാണ് അല്ലെങ്കിൽ വടിയാണ് എന്നാണ് പല ക്രിസ്ത്യാനികളും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക പാൽ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് വരുന്നതെന്നേ അവർ പറയത്തുള്ളൂ. അതുപോലെ തന്നെ കുരിശ് എങ്ങനെ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചാൽ മെത്രാന്മാരുടെ നെഞ്ചിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഏതോ ഒരു സാമാനമാണ് ഇതെന്നാണ് ആളുകൾ പറയാൻ സാധ്യത. അപ്പം അതുകൊണ്ട് കുരിശ് കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ അപകടം വരാൻ പോകുന്നത് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ജനങ്ങളുടെ വായിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർ യേശുവിനെ ഓർത്താൽ അവർ നിയന്ത്രണം വിട്ടുപോലൊക്കെ ചെയ്തെന്നിരിക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും സുനഹദോസ് ഏറെ താമസിയാതെ വീണ്ടും കൂടി ഈ കുർബാനയെ വിലക്കും എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഈ അപ്രയം തിരുമേനിക്കെതിരെ എടുത്ത നടപടി അപൂർണമായിരിക്കും. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. യേശുവിൻ്റെ ആദർശങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുസരിക്കണമെന്ന് സഭ പറയുന്നത് ഒരു വലിയ അപരാധമാണ് എന്നതിനെപ്പറ്റി യാതൊരു സംശയം ഇനി അവശേഷിക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശ്, യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ കുർബാന, ഇവയൊക്കെയും ഏറ്റവും വലിയ അപകടമായി പരിഗണിച്ചവയെ എന്നേക്കുമായി നിരോധിക്കേണ്ടതാണ്. അത് ഉടനെ തന്നെ സംഭവിക്കും എന്നാണ് എൻ്റെ പ്രത്യാശ. കാരണം ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ സുനഹദോസിൻ്റെ ഒരു പ്രത്യേക ഗുണം, അത് ഒരു പ്രവൃത്തിയും പകുതി മുഴുമിച്ച് നിർത്തുകയില്ല, അത് പൂർത്തിയാക്കിയേ ഉറങ്ങും എന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ ബാക്കി നടപടികൾ വളരെ ശക്തമായി ഏറെ താമസിയാതെ ഉണ്ടാകും എന്നതാണ് നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാവുന്നത്. ഇനിയും അപ്രയം തിരുമേനിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് വേണം ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുന്ന അദ്ദേഹം നിയമപരമായ നടപടികൾ എടുക്കുമെന്നതാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ദയവായി മണ്ടത്തരം കാണിക്കരുത്. നിങ്ങൾക്കൊരു വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ആശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ തന്നെ മാനദണ്ഡം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശുവിൻ്റെ പഠിപ്പീരുകളെയും പ്രസ്താവനകളെയും നാം അറിയുകയും മാനിക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണമെന്ന് പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. സഭകളെപ്പറ്റി യേശു പൊതുവെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഇത് എൻ്റെ പിതാവിൻ്റെ ആലയം എന്നൊക്കെ ഭംഗിവാക്ക് പറയുമെങ്കിലും ഈ പുരോഹിതന്മാരും കത്തനന്മാരും കൂടെയൊക്കെ ചേർന്ന് തന്നെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കള്ളന്മാരുടെ ഗുഹയിലെ അംഗത്വമാണ് പ്രിയപ്പെട്ട തിരുമേനിക്ക് ഇപ്പോൾ നഷ്ടമാകുന്നത്. അതിൽ തിരുമേനി സത്യസന്ധമായ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് പറഞ്ഞേ, അതിൽ തിരുമേനി ദുഃഖിക്കുകയാണോ സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതിൽ പരിഭവപ്പെടുകയാണോ ആർപ്പെടുകയാണോ ചെയ്യേണ്ടത്? ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, തിരുമേനി വലിയ ആഹ്ലാദത്തോടൊരു വലിയ ആഘോഷമായി ഇത് കേരളത്തിൻ്റെ മുഴുവനും കാഴ്ചപ്പാടിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വിടുതലാണ്. അതായത് ഈ കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ, ഹല്ലേലൂയ, ബാറയ്ക്ക് മൊറോൻ. അപ്പോൾ ഈ ബാറയ്ക്ക് മൊറോൻ ആ ഒരു അവസ്ഥ, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അർത്ഥവത്താകുന്നത്
കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് ദൈവം ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ അതിന് പകരം ആഹ്ലാദിക്കുകയും ഇതൊരു വലിയ ആഘോഷമാക്കി തീർക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു നിയമ യുദ്ധത്തിലേക്ക് തിരുമേനി പ്രവേശിച്ചാൽ അത് തിരുമേനിക്ക് തികച്ചും നാണക്കേട് വരുത്തി വയ്ക്കും. കാരണം ഇങ്ങനെ സംഘടിതമായ അപരാധം ചെയ്യുന്ന ഒരു കൂട്ടത്തോട് നിയമയുദ്ധത്തിൽ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. അത് യാക്കോബ സഭയെ നിലംപരിശാക്കി അവിടെ സ്വത്ത് മുഴുവനും കൈക്കലാക്കാനുള്ള പ്രാവീണ്യം തെളിയിച്ച ഈ സഭയോട് അതിനെന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു എന്ന് പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കേൾവി കൊണ്ടൊരു നിലപാടെടുക്കുന്ന സ്വഭാവം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനതിപ്പോൾ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ സഭയോട് നിയമയുദ്ധത്തിൽ ജയിക്കുവാൻ അപ്രയം തിരുമേനി പോകരുത്, പോകാൻ സാധ്യതയുണ്ടെങ്കിലും പോകരുത്. ഇത് ഒരു വലിയ വിടുതലായി കാണുകയും ഇതിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. അപ്പോൾ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകരമായൊരു ഘട്ടത്തിൽ അതെത്തി നിൽക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞ ആ ഒരു താക്കീത് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇവരെയും ഓർമ്മിപ്പിക്കട്ടെ. 2017 സുപ്രീം കോടതി വിധി കയ്യിൽ പിടിച്ചുകൊണ്ട് സഹോദരി സഭയെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും, അതിൻ്റെ വിശ്വാസികളെ മുഴുവനും ഞങ്ങൾ വിഴുങ്ങും, അങ്ങനെ ഞങ്ങൾ വലിയ സമ്പത്തും ആൾ ബലവുമുള്ള ഒരു വലിയ സഭയായിത്തീരും, അങ്ങനെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ കയ്യൂക്ക് വർദ്ധിക്കുമെന്നൊക്കെ പറഞ്ഞ് അർമാദിച്ച ഈ സഭയോട് ഞാൻ അന്ന് ഉണർത്തിച്ചത്, നിങ്ങൾ ഈ ഒരു അവസ്ഥയെ യേശുവിൻ്റെ ആദർശങ്ങൾക്ക് വിധേയമാക്കി അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സഭയുടെ പോക്ക് അപകടത്തിലേക്കാണ്. ഈ വിജയം കൊണ്ട് നിങ്ങൾ എന്നേക്കുമായി പരാജയപ്പെടുകയും ഈ നേട്ടം കൊണ്ട് നിങ്ങൾക്ക് വലിയ കോട്ടം വരികയും ചെയ്യുമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. കുറച്ചുകൂടെ കട്ടിയായി ഞാൻ പറഞ്ഞു, ഈ നേട്ടം കൊണ്ട് ഓർത്തഡോക്സ് സഭ തകർന്നു പോകും എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ നാന്ദികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ കാവ്യനീതി മാത്രമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ നീതിബോധം കൂടെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അക്രമം പ്രവർത്തിക്കുന്നവൻ അധപ്പതിച്ചു പോകും, സംശയമില്ല. അന്ധകാരത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയെ വിഴുങ്ങുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കുകയില്ല. കോടതി വിധി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന മനഃപൂർവ്വം സ്വന്തം മനസ്സാക്ഷിയെ പണക്കൊതി കൊണ്ട് വഞ്ചിക്കുന്ന ഈ വിശ്വാസ കാട്ടാള സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവച്ചു വയ്ക്കുന്നില്ല എങ്കിൽ, അതിജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് യേശുവിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല എന്നല്ല യേശു പഠിപ്പിച്ചത്. എന്താണ് ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധം? അത് നിയമത്തെ അനുസരിച്ച് മാത്രമുള്ളതാണ്. അങ്ങനെ നിയമത്തിൻ്റെ കോടതി നിങ്ങൾക്ക് ആ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച രേഖകളനുസരിച്ച് ആ കോടതിയോട് എപ്രകാരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നതിനെ മാത്രം ആശ്രയിച്ച് കോടതിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അതൊരു വിധി പ്രസ്താവം നടത്തി. അത് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. പക്ഷേ നിങ്ങൾക്കും അറിയാം, ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം, നിങ്ങളുടെ സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും അറിയാം, ഈ വിധി നിയമപരമായി ഒരു പക്ഷേ സാധൂകരിക്കാമെങ്കിലും നീതിയുടെ അളവുകോലുകൊണ്ട് അളന്നാൽ ഇത് അപഹാസ്യമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ് ഞങ്ങൾക്ക് സഹോദരി സഭയുടെ സ്വത്ത് പിടിച്ചു പറിക്കാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് യേശുവിനെ മുച്ചൂടും അപമാനിക്കുകയാണ്. ചില കാര്യങ്ങൾ സാധ്യമാണ് എന്നതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല.
യേശു അഭിമുഖീകരിച്ച 3 പരീക്ഷകളുടെയും രക്തച്ചുരുക്കം അത് തന്നെയാണ്. യേശുവിനെ കൊണ്ട് കല്ല് അപ്പമാക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള അധികാരവും ശക്തിയും ആത്മീകമായ സാധ്യതയും ഉണ്ടായിരുന്നു. ആ ശക്തി ഉണ്ടായതുകൊണ്ട് അത് പ്രയോഗിക്കണമെന്നില്ല. ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി അവനൊരു പ്രശ്നവും വരാതെ ജനങ്ങളെ അത്ഭുതപ്പെടുത്താനുള്ള കഴിവ് യേശുവിനുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായിരുന്നത് കൊണ്ട് അത് പ്രയോഗിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഈ ലോകം നിങ്ങൾക്ക് തരുന്ന ആനുകൂല്യങ്ങൾ അത് അപ്പാടെ ഒലക്ക പോലെ എടുത്തു പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നത് നിങ്ങൾ ആരാകുന്നു എന്നതിനെ നിസ്സന്ദേശം തെളിയിക്കുന്ന ഒരവസ്ഥയാണ്. വാസ്തവത്തിൽ 2017 വിധി ഓർത്തഡോക്സ് സഭ കൈക്കലാക്കിയതോടുകൂടെ ഭൗതികമായ നേട്ടത്തിൽ സഭ വിജയിച്ചു എന്ന പ്രതീതി ഉണ്ടാകാമെങ്കിലും ആത്മീകമായി ഈ സഭ അമ്പേ പരാജയപ്പെട്ടു, അമ്പേ തകർന്നുപോയി, ഇതിനെ അന്ധകാരം വിഴുങ്ങി എന്നതാണ് എളിയവനായ എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് ഞാൻ ഏതൊക്കെ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയോട് സംസാരിച്ചിട്ടുണ്ട്, അവരൊക്കെ എന്നോട് പറയുന്നത്. പക്ഷേ അവർക്കിങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ വിളിച്ചു പറയാൻ വയ്യ. കാരണം ആ സഭയുടെ നേതൃത്വം അപ്രയം തിരുമേനിയോട് കാണിച്ചതിൻ്റെ 10 ഇരട്ടി അവരോട് കാണിക്കുമെന്ന ഭീതി അവരെ നന്നേ വിരട്ടുന്നുണ്ട്. അപ്പോൾ അടിമകളാണ് പാവപ്പെട്ട ജനം. അവർ പേടി കൊണ്ട് അടിമകളായി പോകുന്നവരാണ്. സ്വന്തം മനസാക്ഷി അനുസരിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരഭിപ്രായം പറയുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത അടിമകളെ നിങ്ങൾക്കയ്യോ കഷ്ടം. എന്നാൽ അപ്രയം തിരുമേനിക്ക് ഇപ്രകാരമുള്ള ഒരു ബോധോദയം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ആ നിലപാട് അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹത്തിന് നന്നേ അറിയാമായിരുന്നു ഇങ്ങനെയുള്ള തിരിച്ചടി മാത്രമേ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ഈ ഗോഥാവിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇനിയും അതിൻ്റെ പുറകെ ഒരു നിയമയുദ്ധത്തിന് പോകാതെ ദൈവം കനിഞ്ഞ് അദ്ദേഹത്തിന് നൽകിയ വിടുതൽ, കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വന്ന് ആത്മാഭിമാനത്തിൻ്റെയും സത്യസന്ധതയുടെയും നീതിയുടെയും വെളിച്ചം കണ്ട് അതിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് ശിഷ്ടമുള്ള നാളുകൾ കഴിപ്പാൻ ലഭിച്ചിരിക്കുന്ന ഈ അതിവിശിഷ്ടമായ അവസരം, കേസും കളിച്ച് വക്കീൽമാരുടെ പുറകെ നടന്ന് ഇല്ലാത്ത കാശും മുടക്കി ജീവിതം നരകമാക്കരുത് എന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ അവസ്ഥ സർവശക്തനായ ദൈവമേ നീ കാണുകയും ഇതിലകപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് ചെന്നായുടെ വായിൽ നിന്ന് രക്ഷ നൽകുവാൻ അധികാരമുള്ളവൻ ജനങ്ങളെ സ്നേഹിക്കുന്നവൻ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് അപ്രയം തിരുമേനിക്ക് വണക്കം.